വെൽക്കം ബാക്ക്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് സ്നോഫോൾ തന്നെയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാതെ സ്നോ പെയ്തുകൊണ്ടേയിരുന്നു. ഫുള്ള് സ്നോ ആയിരുന്നു. സ്കൂളിനൊക്കെ ഇവിടെ അവധി കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെ സ്നോ റിമൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ സ്നോ റിമൂവ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇവരൊരു സോൾട്ട് ഇങ്ങനെ ഇടും കേട്ടോ റോഡിലൊക്കെ. അപ്പം ആ സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്നോ ഇങ്ങനെ മെൽറ്റായി പോകും. അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന പാസേജിലും എല്ലാം ഇങ്ങനെ സോൾട്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ജസ്റ്റ് ഡോറ് തുറന്ന് ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട് എടുത്ത ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പം കാണാം വെളിയിലെല്ലാം സ്നോയാണ്. അതായത് ബാൽക്കണിയിലും സ്നോ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. പക്ഷെ കുറച്ച് ദിവസം മുന്നേ ഇതല്ലായിരുന്നു അവസ്ഥ കേട്ടോ. ഈ പൊക്കത്തിലല്ല ബാൽക്കണിയിൽ സ്നോ കിടന്നത്, നല്ല ഹൈറ്റിലുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഈ കാപ്പി കുടിക്കുന്നത് കേട്ടോ. കാരണം എനിക്കിതൊരു റുട്ടീൻ പോലെ ആയി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ തണുപ്പത്തല്ലേ പോകുന്നത്, ഫുള്ള് ജാക്കറ്റും ഒക്കെ ഇട്ട് എല്ലാം പോയിട്ട് വരുന്ന സമയത്ത് തിരിച്ചു വന്ന് അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ വീട്ടിലെ ഒരു ഡ്രസ്സിലോട്ട് മാറിക്കഴിയുമ്പോൾ ഞാനൊരു കോഫി ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു കോഫി ഇങ്ങനെ കുടിച്ച് കഴിയുമ്പം പെട്ടെന്ന് എനിക്ക് ഫുള്ള് ഒരു എനർജി കിട്ടും. അതായത് ഫുള്ള് ക്ലീൻ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഒരു എനർജി കിട്ടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പം കുട്ടീനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് പോവും. അപ്പം 8 മണി ഒരു 8:15 ആ ഒരു ടൈം റേഞ്ചിൽ പോകാറുണ്ട്. അപ്പം ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഈവൻ വേറെ ഒന്നും ചെയ്യാൻ ടൈമില്ല. രാവിലെ എഴുന്നേൽക്കാനും നിസ്കരിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ലഞ്ച് പാക്ക് ചെയ്യാനും അങ്ങനെയുള്ള സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ ഈ ഒരു കോഫി കുടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഇവിടെ ഞാൻ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പം വന്നിട്ട് അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് വെക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. വെറുതെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റിനോടുള്ളൊരു ഇഷ്ടം കാരണം ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയും പിന്നെ അതിൻ്റെ സോയിലൊക്കെ പ്രോപ്പറായിട്ട് മാറ്റി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്കത് നിൽക്കുന്നുണ്ട്. പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ ലീഫിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അത് പൊതുവേ ഞങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ലീവ്സിനും കൂടെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാട്ടർ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു ബാമ്പു ഉണ്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ബാമ്പുവിനും വെള്ളം ഒഴിച്ചു. പിന്നെ അതുപോലെ അതിനും വാട്ടറൊക്കെ സ്പ്രേ ചെയ്തു. പിന്നെ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞാലുള്ള പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റിനെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിന് ഇപ്പം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ലീവ്സിലൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്ലാനേഴ്സ് റെഡിയാക്കാറുണ്ട്. അതായത് ഒരു 1 മന്തിലേക്കുള്ള പ്ലാനിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. യൂഷ്വലി ഞാൻ ഒരു 2 വീക്സിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അതായത് ആ ഒരു 2 വീക്സിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സല്ലാതെ ഇപ്പോൾ ഒരു 1 മന്തിലേക്ക് ഒരു ബിഗ് ലോഡ് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ആദ്യം ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതെനിക്ക് പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. എനിക്കത് പകുതിക്ക് വെച്ച് ബ്രേക്കായി പോകുമായിരുന്നേ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ 2 വീക്സിലേക്കുള്ള ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയാം, പ്ലാനർ എന്ന് പറയാം, അങ്ങനെ എന്ത് വേണേലും പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെക്കും. പ്രിപ്പയർ ചെയ്ത് കൂടുതലും ഞാൻ ഓൺലൈനിൽ തന്നെ എൻ്റെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം മൂടുണ്ടെങ്കിൽ
ജസ്റ്റ് പ്രിൻ്ററിൽ നിന്നൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് ചെറിയ രീതിയിൽ ചെറിയ സൈസിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം പലരും 1 മന്തിലേക്കുള്ള പ്ലാനറൊക്കെ റെഡിയാക്കാറുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ 2 വീക്സ് ആണ് വെക്കാറ്. അപ്പോൾ എനിക്കത് ഫോളോ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, അങ്ങനെ പ്ലാനറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടി, ഒരു റിഫ്രഷിങ് സ്മെല്ലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ച് വെക്കുവാണ് കേട്ടോ. ഇതൊരു ഇലക്ട്രോണിക് ലൈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്ത് വെച്ചാൽ മതി. ചാർജ് ചെയ്ത് വെക്കുന്നത് ഇപ്പം നമുക്ക് കുറേ നാളത്തേക്ക് ആ ചാർജ് കാണും. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ലൈറ്ററാണ് കേട്ടോ. അങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് കുറച്ച് നേരം ആ ക്യാൻഡിലിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ദുആ എവേ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഒരു 1 വീക്കായിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട്. പക്ഷെ അതെനിക്ക് ഇതുവരെ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക, ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് വായിക്കാം, എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്നൊക്കെ ഞാനൊന്ന് വായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ബുക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് പേജസും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദുആ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള റിഫ്ലക്ഷൻസ്, അതെന്താ നമുക്ക് മനസ്സിലായെന്നൊക്കെ നെക്സ്റ്റ് പേജിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അതൊക്കെ ചെയ്തു. അതൊക്കെ കുറച്ച് നേരം വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ നെക്സ്റ്റ് 2 വീക്സിലേക്കുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും പിന്നെ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാണ്. കുറച്ച് കൂടുതൽ എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ചെയ്യത്തില്ല. ഞാൻ കുറച്ച് എഴുതി അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ ഐഡിയാസ് മൈൻഡിലൊന്ന് റിഫൈൻ ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടിരുന്നിട്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചേക്കുന്നത് ശ്രദ്ധിച്ചത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊന്നുകൂടെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു അത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു നാച്ചുറൽ ഫ്ലോയിൽ ഞാൻ അത് നമ്മൾ എടുക്കുന്നതല്ലേ. അതായത് ഞാൻ റിയൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്കത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ അത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ ഞാൻ ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ നേരം കേട്ടോ അത് കണ്ടത്. പിന്നുണ്ടല്ലോ ഞാൻ ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓർത്തയാണ് കേട്ടോ, നമ്മുടെ ലൈഫിൻ്റെ ഇല്ലേ വലിയൊരു ഭാഗവും ആക്ച്വലി നമ്മൾ വെറുതെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, പ്രെയർ, പിന്നെ ഫുഡ് തയ്യാറാക്കുക, പിന്നെ നമ്മുടെ ഡിഷസ് ഒക്കെ ഉണ്ടാവും, ആ കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, പിന്നെ ഒന്നുകിൽ മക്കളിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും കുട്ടീനെയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഹസ്ബൻഡ് ഓഫീസിലോട്ടും കുട്ടി സ്കൂളിലോട്ടും പോവുക, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളുണ്ടല്ലോ ഒട്ടും പ്രസൻസ് ഓഫ് മൈൻഡിലാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് ഞാൻ ഇൻറ്റൻഷനലി ഞാൻ ആ ഒരു മൊമെൻറ്റിൽ പ്രസൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഒരു റോബോട്ടിനെ പോലെ, അതായത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സ്വിച്ച് ഇട്ടിട്ട് ആ ഒരു റുട്ടീന് അങ്ങനെ അങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നിട്ടുള്ള ബാക്കിയുള്ള സമയം നോക്കുവാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് എപ്പോഴും വേണം. അതായത് ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു സ്പീച്ചോ അല്ലെങ്കിൽ നമുക്ക് കേട്ടോണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു ലൈഫായിട്ട് മാറാറുണ്ട് പല സമയത്തും അല്ലേ. ശരിക്കും നമ്മുടെ സൈലൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ തോട്ട്സ് മാറി ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന പോലെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ശ്രദ്ധ പലപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സമയത്തും പറ്റാറില്ല. അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ പ്രെയർ ടൈമിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറുള്ളത്. എന്നാൽ ചില സമയത്ത് ആ ഒരു മൊമെൻറ്റിലും ചില സമയത്തൊക്കെ നമ്മുടെ ശ്രദ്ധ പാളി പോവാറ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്.
അപ്പം ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു സമയം ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടൊരു ശ്രദ്ധ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പ്ലാന് ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഇപ്പം ആലോചിക്കുവാണേ, ഈ പാത്രം കഴുകുക എന്നുള്ളത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും ആക്ച്വലി ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഈ ഇത്രയധികം പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ തല പെരുക്കുമായിരുന്നു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്ത പാത്രങ്ങൾ കഴുകി മാറ്റും. അതിൻ്റെ ഇടയ്ക്കൂടെ, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പാത്രങ്ങളിലൂടെ കഴുകി മാറ്റാൻ പറ്റും. പക്ഷേ ചില സമയത്ത് നമുക്കത് പറ്റത്തില്ല. അത് അക്യുമുലേറ്റ് ആവും, അവിടെ സിങ്കിലുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര, ഞാൻ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു, ഇത്രയും കഴുകാനുണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അതെനിക്ക് മാറ്റാൻ പറ്റി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, അതായത് ഞാനൊരു സെൻറ്റൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജീവിതം പലപ്പോഴും ഒരിക്കലും അവസാനിക്കാത്ത പാത്രം കഴുകലും തുണി അലക്കലും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് അതിന് മുന്നത്തെ കാര്യം ചിന്തിക്കുക. അതായത് എങ്ങനെ അത് പറഞ്ഞു തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പാത്രം കഴുകുന്നുണ്ട്, തുണി അലക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൊമെൻറ്റിന് തൊട്ട് മുന്നേ വേറൊരു മൂമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ആ പ്ലേറ്റ്സിൽ, അതായത് നമ്മളിപ്പം കഴുകുന്ന പ്ലേറ്റ്സിൽ സന്തോഷകരമായ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു, ഒരു കുടുംബം സന്തോഷമായിട്ട് കഴിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം ആ പ്ലേറ്റിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ജോലി മാത്രമായിട്ട് ആ ഒരു മൊമെൻറ്റിനെ കാണാതെ, അതിൻ്റെ മുന്നിൽ ആ ഒരു നമ്മൾ പാത്രം കഴിയുന്നതിന് തൊട്ട് മുന്നേ ആ പ്ലേറ്റ് മൊത്തം ഒരു അനുഗ്രഹമായിരുന്നു. അതായത് നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ആ പ്ലേറ്റിലുണ്ടായിരുന്നു, ആ പ്ലേറ്റ് യൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു അനുഗ്രഹത്തിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലില്ലേ, നമുക്ക് ഈ ഒരു ഇറിറ്റബിലിറ്റി മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. എൻ്റെ കേസിൽ അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ. പെട്ടെന്ന് ഓർത്തപ്പോൾ ഷെയർ ചെയ്തതാണ്. അപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, റോഡ് ഫുള്ള് സ്നോയാണ്, രണ്ട് സൈഡിലും സ്നോയാണ്. ഈ സ്നോ വീഴുമ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു വൈറ്റ് വെൽവെറ്റിൻ്റെ ബ്ലാങ്കറ്റ് ഇട്ട പോലെ തോന്നും. പക്ഷേ ഈ സ്നോഫോൾ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വൈറ്റ് ബ്ലാങ്കറ്റൊക്കെ ഒരു ബ്ലാക്ക് കളറിലാവും. ഇപ്പം നിങ്ങൾക്ക് റോഡിൽ കാണാം, ബ്ലാക്ക് കളർ അടിച്ച്, അതായത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ വീഡിയോസിലും ഒക്കെ കാണുന്നത് പോലെ എപ്പോഴും അത്ര ബ്യൂട്ടിഫുൾ അല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് ഒരുമാതിരി ആവും ഇത്. പിന്നെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. നമ്മൾ ഈ സ്നോ ബൂട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് റോഡിൽ വീഴുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ സ്കൂള് എത്താറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി നടക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് വൃത്തിയുള്ള ഭാഗമൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ ഒരു ക്ലിപ്സൊക്കെ. അപ്പം ഇവരുടെ സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്കൂളാണ്. അതായത് ഒത്തിരി ഏരിയയിൽ വാസ്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പം ഗ്രൗണ്ടിലോട്ടൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ. ഫുള്ള് സ്നോയൊക്കെ വീണിട്ട് ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരത്തില്ല. കുറേ നേരം അവിടെ കിടന്ന് കളിച്ചിട്ട് സ്നോ വാരി എറിഞ്ഞും അങ്ങനെയൊക്കെ കുറേ നേരം കളിച്ചിട്ടൊക്കെ കുട്ടികൾ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാനായിട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.